എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കാസിം ഭായ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ഗെയ്സ്, ഇപ്പൊ ഞാനുള്ളത് എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ. വളരെ അഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് പറയാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഇരിട്ടി. നമ്മുടെ മലയോര മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രമായ നമ്മുടെ ഇരിട്ടിയിലെ ഒരു കൊച്ചു പാർക്കിലാണ് ഞാൻ ഉള്ളത് കേട്ടോ. മറ്റെവിടെയല്ല, നമ്മുടെ ഇരിട്ടി ഇക്കോ പാർക്കിലാട്ടോ ഗെയ്സ് ഞാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു പാർക്ക്. കാണാൻ ഏറെ ഉണ്ട് എന്ന് പറയാനില്ല, എങ്കിലും കുറച്ച് കാഴ്ചകളാണേലും അത് നമ്മളെ എന്താ പറയാ, കുളിരുള്ളൊരു പാർക്ക്, ഒരു സുഖം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഞാനിപ്പോൾ ഏകദേശം നട്ടുച്ച ഒരു 3 മണി സമയത്താണ്, നല്ല വെയിലുള്ള സമയമാണ്. പക്ഷെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പിന്റെ മൂകതയുള്ള ഒരു സ്ഥലം കേട്ടോ. എന്ത് രസമായിട്ടാണ് നിങ്ങൾ നോക്കി. മുഴുവനായിട്ട് മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സ്ഥലം. ആഹാ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴശ്ശി ഡാമിലെ ഉള്ള വെള്ളം എന്താ കെട്ടി നിർത്തുന്ന സമയമാണ്, ഡാം അടച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ വെള്ളം കയറി, ഈ പ്രദേശത്തോട്ടൊക്കെ വെള്ളം കയറി നമുക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കുക കേട്ടോ. ഒരുപാട് പ്രകൃതിയിൽ നിന്ന് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു ഇതും കൂടിയാണ്. ഇപ്പൊ ഇത് ഇരിട്ടി ടൗണിൽ നിന്നും പെരുമ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഇരിട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു, 1 കിലോമീറ്റർ സംതിങ് ഉണ്ടാവുള്ളൂ. നമ്മുടെ പെരുമ്പടവ് UP സ്കൂളിന്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കിത് കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപ പോയിന്റ്. നമ്മുടെ ടൗണിൽ നിന്നാണ് കേട്ടോ. സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർക്കൊക്കെ പാഞ്ഞോടി വന്ന് പോകാൻ പറ്റിയ അടിപൊളി ഒരു പാർക്കാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഓടിച്ചാടി കളിച്ച് നടക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു കൊച്ചു പാർക്കാണ്. മറ്റുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ള ഒരു ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വലിയ സൈലന്റ് ആയിട്ടുള്ള, സൈലന്റ് വാലി എന്ന് പറയാൻ പറ്റുന്ന ഒരു സൈലന്റ് പാർക്കാണ് നമ്മുടെ നാട്ടിൽ ഇത്രയുള്ള പാർക്കുള്ളത് തന്നെ എത്ര അഭിമാനം കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ വളരട്ടെ, നമ്മുടെ നാട്ടിൽ നിറയട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം കേട്ടോ. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പാർക്കിന്റെ ഫ്രണ്ട് ഭാഗട്ടോ. ഇരിട്ടി ഇക്കോ പാർക്ക് പെരുമ്പറമ്പ് ഗ്രാമഹരിത സമിതി, അതൊക്കെയാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് ഒരു സ്വാഗതമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇക്കോ പാർക്കുകാരെ വക നമുക്ക് സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ. ഹരിത കേരള മിഷൻ, ഹരിത ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാഗതത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കേരള വന്യജീവി സാങ്കേതിക കേന്ദ്രം, അതുപോലെ തന്നെ പായം ഗ്രാമപഞ്ചായത്ത്, ഇതൊക്കെ തന്നെയാണ് അവിടെ ബോർഡിലുള്ളത് കേട്ടോ. ഹരിത കേരള മിഷന്റെ മനസ്സ് നന്നാവട്ടെ, മാനവരൊന്നാകട്ടെ, ഉല്ലാസം തേടിയെത്തും ഈ നല്ലിടങ്ങളെ മാലിന്യമില്ലാതെ കാത്തിടാം നാളെയുടെ നന്മയ്ക്കായി. ഹരിത കേരള മിഷൻ എന്നൊക്കെയുള്ള മനോഹരമായ കുറെ ബോർഡുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ പാർക്കിലോട്ട് ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം സ്വീകരിക്കുന്നത് വലിയൊരു മയിലാണ്. മയിലിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ദേശീയ പക്ഷിയായ വേഴാമ്പലുണ്ട്. പിന്നെ ഒരു ആനയും കുട്ടിയും, ഇവരെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേക ഒരു അറിയിപ്പ്, മാലിന്യം വലിച്ചെറിയരുത്, വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ നൽകേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ബോട്ട് സർവീസോ അതുപോലെ തന്നെ മറ്റുള്ള എന്തൊക്കെ കെട്ടുവള്ളങ്ങൾ അത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇവിടത്തേക്ക് പ്രവേശിക്കാനുള്ള ചാർജ് 20 രൂപയാണ്. പക്ഷേ അത് നമ്മള് ഗൂഗിൾ പേ വഴി മാത്രമേ അവരത് സ്വീകരിക്കുകയുള്ളൂ, ക്യാഷ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പൈസ ചെയ്ത്. ഇവിടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, നമ്മൾ ഗൂഗിൾ പേ വഴിയാട്ടോ. അതിന്റെ നിബന്ധനകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചുതരാം. അപ്പോഴാട്ടോ കുറച്ച് ആൾക്കാരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ നിരനിരയായി ഇരുന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് തീറ്റയെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. നമുക്ക് അവരെയും കൂടി ഒന്ന് കാണാം. കൊക്കുകൾ, ഞങ്ങളുടെ കൊക്കുകൾ എന്ന് പറയും, ചില ഭാഗത്ത് ഇതിനെ കൊറ്റികൾ എന്ന് പറയും കേട്ടോ.
ഇനി വേറെ വല്ല പേരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് താഴെ തന്നെ പറഞ്ഞോളി. അപ്പൊ അവര് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെയാണ് പറഞ്ഞത്, പ്രകൃതിയോട് ഇണങ്ങി കുളിച്ച് കയറി മീനെ കുറിച്ച് അവരെ ഞാൻ ഷൂട്ട് ചെയ്യുന്നൊക്കെ എന്നെ ഇങ്ങനെ പാളി നോക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ എല്ലാരും എല്ലാരും വിശ്രമിക്കുകയാണ്. തീറ്റയെല്ലാം കഴിച്ചിട്ട് നമ്മുടെ അതിർത്തി വരമ്പെല്ലാം ഇരുന്നിട്ടല്ല വിശ്രമാട്ടോ. എന്റെ ഫോൺ കിടന്നിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. എനിക്ക് അങ്ങോട്ട് പോയി എടുക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിനെ നമ്മളെ ഈ ഒരു പാർക്കിനെ തണലേറ്റി കൊടുക്കുന്നത് കാരണം കണ്ടില്ലേ വലിയ വലിയ മരങ്ങള്. അപ്പൊ അവരെല്ലാരും കൂടി ഒത്തുകൂടി ചേർന്ന് കൂടിയിട്ടൊക്കെയാണ് നമ്മളെ ഈ പാർക്കിനെ സുന്ദരമാക്കുന്നതും നമ്മളെ പാർക്കിന് വേണ്ട തണലൊക്കെ തരുന്നത്. മരം ഒരു വരം അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാല് വീട്ടിലും മുറ്റത്തൊക്കെ ഓരോ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ എന്റെ വീട്ടിലെ തന്നെ അവസ്ഥയാണ്, ചെറിയ ഒരു കേട് കാണുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലോട്ട് മറിയെന്ന് പേടിച്ച് വേഗം കൊത്തിപ്പെറുക്കി കളഞ്ഞു. പക്ഷെ വേനൽക്കാലം കടുക്കുന്നതോട് കൂടിയാണ് നമ്മളെ മരത്തിന്റെ വില അറിയുന്നത്. അവര് തരുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ വലുതാണ്. അതായത് മരം തരുന്ന AC ഒന്നും നമ്മളെ എത്ര വലിയ കമ്പനിക്കാരായ വേർപൂള് പോലുള്ള വലിയ ഇന്റർനാഷണൽ കമ്പനി പോലുള്ള AC-ക്കൊന്നും തരാൻ പറ്റില്ല കേട്ടോ. മരം തരുന്നത് ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ. ഇക്കോ പാർക്കിന്റെ ഏറ്റവും വലിയ സുന്ദരം നൽകുന്നത് ഈ ഇവിടെ കാണുന്ന മരങ്ങൾ തന്നെയാണ്. ഗൈസ്, ഞാനൊരു ഊഞ്ഞാലിന്റെ പൊക്കത്തൊക്കെ കയറിയില്ലേ, ഊഞ്ഞാലാണ്. അമ്മേ, എനിക്ക് സത്യം പേടിയാവുന്നുണ്ടേ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ വീഴാൻ പോകുന്ന സെന്റൻസും കൂടി ഉണ്ട് കേട്ടോ. ഇക്കോ പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞാണ് ഇതുപോലെ ഊഞ്ഞാല് നല്ല രസമുണ്ട് കണ്ടോ. വലിയ വള്ളി നീളത്തിൽ കെട്ടിട്ടുണ്ട്. നമുക്കിരുന്ന് ആടുന്നതാണോ ഒരു കുട്ടികൾക്കുള്ള ആടുന്നതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കയറിയിരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. അയ്യോ, എനിക്ക് വിറയ്ക്കുന്നത് സംഭവം. കുറെ കാലമായി ഊഞ്ഞാല് കയറിയിട്ട്, അതുകൊണ്ട് ഒരു പേടി പോലെ. ഞാൻ നിർത്തട്ടെ കേട്ടോ. അപ്പം ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഈ പാർക്കിൽ ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അതായത് കുട്ടികളെ കൊണ്ട് വന്നാലും ഇപ്പൊ നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിലും വന്ന് മതി മറക്കാനുള്ള ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും വായോ. അടിപൊളി ഊഞ്ഞാല കണ്ടോ. നല്ല ബലത്തിലുള്ള നല്ല കയറിലൊക്കെ ഉണ്ട്, കാല് പൊട്ടി വീഴൊന്നുമില്ല. ഓണത്തിന് ഊഞ്ഞാല ആടിയാൽ മതി നമുക്ക് എപ്പോഴും ഊഞ്ഞാലാണ്. അങ്ങനെ ഗെയ്സ് കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഞാൻ പിന്നെ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ കയറി കേട്ടോ. രുചി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കടയാണ് നമ്മുടെ ഇതിന്റെ ഉള്ളിലെ ക്യാൻറ്റീൻ കേട്ടോ. ഇതിന്റെ 2 ക്യാൻറ്റീൻ ഉണ്ട്. അപ്പുറമൊക്കെ ജ്യൂസ്, ചായ, ചെറിയ സ്നാക്സുകള്, മിഠായികള്, പിന്നെ ലേസ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറെ ഐറ്റംസുകളൊക്കെ ആയിട്ടുള്ള ചെറിയ ക്യാൻറ്റീൻ. നല്ലൊരു ചായ കേട്ടോ കിട്ടിയത്. അപ്പൊ നല്ല തണുപ്പത്തിരുന്ന് ചായ എല്ലാം കുടിച്ചു. പിന്നെ കുറച്ചു നേരം കൂടി കാഴ്ചകൾ കാണാൻ പോയിട്ടോ. ഇവിടെ വലിയൊരു ആനയെല്ലാം ഉണ്ട്. അപ്പുറം ആന, നമ്മൾ നേരത്തെ കണ്ട ആനയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ്. ഞാനിപ്പോ അവിടുന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ച് മടങ്ങുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കോ പാർക്കിൽ നിന്നും മടങ്ങുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്കോ പാർക്കിലെ വിശേഷം. അപ്പൊ പാർക്കും നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കണ്ട. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ മന്ദിച്ച് നിൽക്കണ്ട, വേഗം വന്ന് നമ്മുടെ ഇക്കോ പാർക്കിൽ വന്നിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ വന്നവര് വന്ന് അടിച്ചു പൊളിച്ച് പോയിക്കോ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കസിംബായി വീണ്ടും വരാം. എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടു കൂടി ടാറ്റാ, ബൈ ബൈ.